ആഗ്രഹിക്കുകയാണ്. അങ്ങേയറ്റത്തെ അഭിമാനത്തോടുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കാം, നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ. ബാർ വിവാഹം നടന്നു. എന്താണ് സംഭവിച്ചത്? ഏതാണ്ട് ബാർ നിരോധിച്ചു. 418 ബാറുകൾ അടച്ചുപൂട്ടി. എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് ചൊരിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി അതിസമർത്ഥനാണ്. നമ്മുടെ കുഞ്ഞോന് ഏറ്റവും നല്ല വളവനാണ്, അത്യാവശ്യം നല്ല വളവനാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പൂച്ചയെ ഇട്ട് മേലോട്ടിട്ട് താഴെ ഇട്ടിട്ടതുപോലെയാണ്. എങ്ങനെ പൂച്ചയെ മുകളിലേക്ക് നിങ്ങൾ ഇട്ടാലും പൂച്ച 4 കാലിലേ വീഴോ. അതാണ് കുഞ്ഞൂഞ്ഞിന്റെ പ്രത്യേകത. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് VM സുധീരിന്റെ കൈകളിലൂടെ രാജ്യത്ത് ബാർ 418 പൂട്ടേണ്ടുന്ന ഒരു സമ്മർദ്ദം രൂപപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ VM സുധീരനെ പിന്നിലാക്കിയിട്ട് അദ്ദേഹം കുഞ്ഞൂഞ്ഞ് തന്നെ ചിരിച്ചു വന്നിട്ട് പറഞ്ഞു, അത് മാത്രം പൂട്ടിയാൽ പോരാ, അതിനപ്പുറത്തും പൂട്ടണമെന്ന്. ആളുകൾ ആനന്ദത്തോടുകൂടി തുള്ളിച്ചാടി. ഭരണകൂടങ്ങളും മതനേതാക്കളും മറ്റും അഭിനന്ദിച്ചു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, അത് രാജ്യത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 10% മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. രാത്രികാലങ്ങളിലുള്ള ആക്സിഡന്റ് കുറഞ്ഞു. വീട്ടിനകത്ത് സമാധാനമുണ്ടായി. ഡ്രൈ ഡേ എന്ന് പറഞ്ഞപ്പോൾ 60% തലേ ദിവസം വന്നു എന്നാണ് പറയുന്നത്. ശനിയാഴ്ച 60% വിൽപ്പന നടക്കുന്നു. എന്നാലും 40% കുറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഞങ്ങൾ ശ്രീ VM സുധീരനെ കണ്ടിരുന്നു. ജാഥ കഴിഞ്ഞിട്ട് അദ്ദേഹം വിശ്രമിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏതാണ്ട് ഇന്റർനാഷണൽ ലെവലിലാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ടി മുഹമ്മദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ അടുത്ത നിശ്ചിത തീയതിക്കകം ഇതിൽ അറുതി വരുത്തിയിട്ടില്ലെങ്കിൽ, മാറിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ചില കണക്കുകൾ പുറത്തുവിടാൻ പോവുകയാണ്. അങ്ങനെ ഏതാണ്ട് മധ്യലോവി പണം വാരി എറിഞ്ഞോ. കതിറിട്ടവന്റെ പോക്കറ്റിലെല്ലാം കാശ് നിറഞ്ഞോ. കതിർ കാശുകൊണ്ട് നിറഞ്ഞോ. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ അടച്ചുപൂട്ടപ്പെട്ട ബാർ നിരോധവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അട്ടിമറി നടക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അട്ടിമറി നടന്നു. അപ്പോൾ അട്ടിമറി നടക്കാൻ പാകപ്പെട്ടപ്പോൾ അപ്പോഴും കുഞ്ഞു വന്നു. ഇത് പ്രായോഗിക തീരുമാനത്തിന്റെ ഭാഗമാണ്. എന്താണ് പ്രായോഗികത എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടത്, ഉടൻ തന്നെ രംഗം ഏതാണ്ട് അനുകൂലമായപ്പോൾ അതാ നമ്മുടെ കുഞ്ഞു വന്നിട്ട് പറയുന്നത്, ഗർ വാപ്പസി എന്ന് പറഞ്ഞ പോലെ, ആരോ പറഞ്ഞതുപോലെ ബാർ വാപ്പസി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. പിന്നീട് ബാറുകളുടെ വരവ് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ എന്റെ കുട്ടികളോട് ഞാൻ പറയുന്നു, വരാൻ പോകുന്നത് വൈനും അതുപോലെയുള്ള ബിയറുമാണ്. അഥവാ മദ്യത്തിന്റെ നുണയാത്ത പാവപ്പെട്ട കൊച്ചു കുട്ടികളെ വരെ മദ്യത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന അതിഭീകരമായ ചുവടുവെപ്പാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു ടൂറിസം രംഗത്ത് വമ്പിച്ച തിരിച്ചടി ഉണ്ടാകുമെന്ന്. എനിക്കത് മനസ്സിലായില്ല. കാരണം യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൽ വരുന്ന ആളുകൾ കുട്ടിക്കാരാണോ? പക്ഷേ എനിക്ക് ഇപ്പോൾ അത് മനസ്സിലായി. കാരണം ഇപ്പോൾ വീടുകളിൽ കലാപങ്ങളും കലാപരിപാടികളും തുടങ്ങി. കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് ഏതാണ്ട് നാടൻ കലാരൂപങ്ങളൊക്കെ തിരിച്ചു വന്നു തുടങ്ങി. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അതുപോലെ തന്നെ കോൽക്കളി, തിരുവാതിര, ഇതെല്ലാം നടുറോഡിൽ നടക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ എനിക്കല്പം വൈകിപ്പോയി എന്നാണ് ഞാൻ പറയുന്നത്. ആ അർത്ഥത്തിൽ ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയിരുന്ന കൊച്ചു കുടുംബങ്ങളെ അസമാധാനത്തിന്റെ പാതയിലേക്ക് തള്ളാൻ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചു. മുഖ്യമന്ത്രിക്ക് അങ്ങനെ തീരുമാനിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഐഡിയോളജിക്കും അങ്ങനെ തീരുമാനിക്കാം. പക്ഷേ അവരുടെ കൂട്ടത്തിലുണ്ടല്ലോ നമ്മുടെ ചില കൂട്ടര്. അവരെന്തുകൊണ്ടാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് വിയോജിപ്പ് എന്ന് കേട്ടാൽ തന്നെ പേടിയാണ്. 1967 മുസ്ലിം ലീഗ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മലബാർ ഡിവിഷനിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞതിനെതിരെ വിയോജിച്ചു. അത്യന്തം അപകടകരം. അതുപോലെ തന്നെ അന്ന് ഈ രാജ്യത്തിൽ ലോട്ടറി നടപ്പാക്കുവാൻ അന്നത്തെ ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോൾ അപ്പോഴും അവർ ശക്തമായി വിയോജിച്ചു കൂട്ടരെ. അതുകൊണ്ട് തീർന്നില്ല. 1989 ശിലാന്യാസം നടന്നപ്പോൾ അവർ ശക്തമായി വിയോജിച്ചു. 92 അവരുടെ വിയോജിപ്പ് മൂർധന്യത്തിലെത്തിയപ്പോഴാണ് ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തട്ടിത്തകർക്കപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെ വിയോജിക്കാൻ തീരുമാനിച്ചാൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകാം എന്നാണ് ഞാൻ മുസ്ലിം ലീഗിനെ വളർത്താൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞയെടുത്തുകൊണ്ട് അധികാരത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, തിന്മകളുടെ മാതാവ് എന്ന് പറയുന്ന മദ്യത്തെ കുടത്തിനകത്ത്, ആ ഭൂതത്തെ കുടത്തിനകത്ത് മൂടിക്കെട്ടുവാനുള്ള സുധീരന്റെ ശ്രമത്തിന്റെ കൂടെ സുധീരന്റെ ഈമാനോടെയെങ്കിലും ഉറച്ചു നിൽക്കാൻ എന്തേ മുസ്ലിം ലീഗിന്റെ വക്താക്കൾക്ക് സാധിക്കാതെ പോയത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രസ്ഥാനം നാളിതുവരെ തുടർന്നു വന്ന സമീപനങ്ങൾ അങ്ങേയറ്റം അനുഭാവത്തിന്റേതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അധികാരത്തിനകത്ത് തങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ മൗലികമായ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഘട്ടത്തിൽ അവരെ ജാതിമത സംഘടനകളെ ഉപയോഗപ്പെടുത്തി മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കും
ബാധിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാനം സന്നദ്ധമായിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, 1900 മുസ്ലിം ലീഗ് ഒന്നുകൂടി ചരിത്രം അവർ ആവർത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അധികാരത്തിന്റെ മുമ്പിൽ ആദർശം അടിയറ വെക്കുന്നിടത്ത് തങ്ങളുടെ റെക്കോർഡ് തിരുത്താൻ 21ാം നൂറ്റാണ്ടിൽ ആർക്കും സാധ്യമല്ല എന്നൊരിക്കൽ കൂടി തെളിയിച്ചു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. 1967 ലോട്ടറിയുടെയും അതുപോലെ തന്നെ മദ്യത്തിന്റെയും കാര്യത്തിലാണ് വിയോജിച്ചത് എങ്കിൽ ഏതാണ്ട് 2014 മദ്യത്തിന്റെ കാര്യത്തിലാണ് അവർ വിയോജിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ഒരു ദേശീയ പാർട്ടി കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് മലബാറിലേക്കും മലബാറിൽ നിന്ന് മലപ്പുറത്തേക്കും വന്നത് എന്നതിന്റെ അന്വേഷണം നടത്തേണ്ടത് ഇത്തരം ചരിത്രപരമായ വിയോജിപ്പുകളെ കുറിച്ച് വിശകലനം ചെയ്തിട്ടായിരിക്കുന്നതാണ് നല്ലതെന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം സമകാലിക സാഹചര്യത്തിൽ ഇത്തരുണത്തിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ഉണർത്തേണ്ടതായിട്ട് വരുന്നത്, ഒരു പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. ബാറും അതുപോലെ തന്നെ വർഗർ വാപ്പസിയും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു വലിയ ജനവിഭാഗം ഇവിടെയാണ് അവരുടെ സമയം അവർ ചെലവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ നഗ്നമായ ചിത്രം നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഗൗരവത്തോടുകൂടി രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് രാജ്യത്ത് പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ആത്മാർത്ഥമായ ആദർശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പടപൊരുതാൻ ഒരു ജനത സന്നദ്ധമാണോ എന്ന മൗലികമായ ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, യഥാർത്ഥത്തിൽ വിശുദ്ധ വേദഗ്രന്ഥം ഇസ്ലാമിക സമൂഹത്തോട് ആവശ്യപ്പെടുന്ന തേട്ടത്തിന്റെ കൂടി ഭാഗമാണ് സോളിഡാരിറ്റി ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ തഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗം. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ജനവിഭാഗം. വിശുദ്ധ വേദഗ്രന്ഥം അല്ലാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? റബ്ബിന്നാസ്, ജനങ്ങളുടെ നാഥൻ, ഇലാഹിന്നാസ്, അതുപോലെ തന്നെ ജനങ്ങളുടെ ആരാധ്യൻ, അതുപോലെ തന്നെ മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാതിരാജൻ. ആ അർത്ഥത്തിൽ വിശുദ്ധ വേദഗ്രന്ഥം ജനങ്ങളുടെ നാഥനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ, വിശുദ്ധ വേദഗ്രന്ഥം പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് ജനങ്ങളുടെ പ്രവാചകൻ എന്നാണ്, ജനങ്ങളുടെ നാഥനാൻ, ജനങ്ങളുടെ പ്രവാചകനാൻ. വേദഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള വേദഗ്രന്ഥം എന്നാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്നൊരു ജനവിഭാഗത്തെ ഘനാന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം ഞാൻ ഞങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം ജനങ്ങളുടെ ദൈവമാണ്, ജനങ്ങളുടെ പ്രവാചകനാണ്, ജനങ്ങളുടെ വേദഗ്രന്ഥമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചേർത്ത് പറയുന്നു, ഇത് ജനങ്ങളുടെ പ്രസ്ഥാനമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദർശത്തെ അടിയറവെക്കാതെ ആദർശ പ്രതിബദ്ധതയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിത വിശുദ്ധി കൈമുതലാക്കിക്കൊണ്ട് തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുകളോട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന, സമകാലിക സാഹചര്യങ്ങളോട് പ്രവാചകന്മാരുടെ പാതയിലൂടെ സംവദിക്കാൻ കഴിയുന്ന ഒരു പുതിയ യൗവനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടെയും പ്രാർത്ഥനാ മനസ്സോടെയും നെഞ്ചേറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.